ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബാലൻസ് ഷീറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ബാലൻസ് ഷീറ്റിനെ കുറിച്ചിട്ട് A to Z കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എന്താണ് ബാലൻസ് ഷീറ്റ്? ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം, നമ്മൾ ചെയ്യുന്ന എൻട്രീസ് ഒക്കെ ബാലൻസ് ഷീറ്റിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള A to Z കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഒരു അക്കൗണ്ടന്റ് നിർബന്ധമായിട്ടും എന്താണ് ബാലൻസ് ഷീറ്റ്, എങ്ങനെയാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്, ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇത് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിലൊരു അക്കൗണ്ടന്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. അതിൽ വെറുതെ എന്താണ് ഒരു ബില്ലിംഗ് സ്റ്റാഫ് ആയിട്ട് മാത്രം നിൽക്കാനേ പറ്റുള്ളൂ. ഹലോ ഫ്രണ്ട്സ്, ഞാൻ ശ്യാമള നാരായണൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടാലി അക്കൗണ്ടിംഗ് മലയാളം. എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ, എന്റെ ടീച്ചിങ് സ്റ്റൈല് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യണേ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. കാരണം നിങ്ങളുടെ ഒരു ഷെയറും ലൈക്കും കമന്റും ഒക്കെയാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത്. അതേപോലെ പ്രധാനപ്പെട്ടുള്ള കാര്യം, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പൊ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി. എന്റെ മെയിൽ ID എന്ന് പറയുന്നത് shyamastaliclass@gmail.com ആണ്. അപ്പൊ അതിലേക്ക് മെയിൽ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരും. അപ്പൊ നമുക്ക് ഒട്ടും താമസിയാതെ തന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ആദ്യം എന്താണ് നോക്കാൻ പോകുന്നത്, എന്താണ് ബാലൻസ് ഷീറ്റ്, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റിലെ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അറിയാൻ പറ്റുക, പിന്നെന്താണ് നമുക്ക് ഓരോ എൻട്രീസും എങ്ങനെയാണ് ബാലൻസ് ഷീറ്റിനെ അഫക്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റിലേക്ക് വരാം. എന്താണ് ബാലൻസ് ഷീറ്റ്? അപ്പൊ നമ്മൾ ആദ്യം ടെക്നിക്കൽ ഇതിലേക്കൊന്നും പോകുന്നില്ല, സിമ്പിൾ ആയിട്ടുള്ളതിനാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ, ബാലൻസ് ഷീറ്റ് എന്താണ്? ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്? നമ്മൾക്ക് ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട്, കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ബാലൻസ് ഷീറ്റ്. അപ്പൊ ബാലൻസ് ഷീറ്റ് എന്താണ്? നമ്മുടെ ബാലൻസ് ഷീറ്റിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് അറിയാൻ പറ്റുക, നമ്മൾക്ക് എത്ര കൊടുക്കാനുണ്ട്, ബിസിനസ് എത്ര കൊടുക്കാനുണ്ട്, ബിസിനസ്സിലേക്ക് എത്ര കിട്ടാനുണ്ട്, എത്ര പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് ഒരു ബാലൻസ് ഷീറ്റിൽ നിന്ന് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമുക്ക് ഇനിയും നമുക്ക് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. വാട്ട് ഈസ് ബാലൻസ് ഷീറ്റ്? അപ്പൊ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മൾ എന്താണ്, വെറുതെ സിമ്പിൾ ലാംഗ്വേജിലാണ് എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്ക് ടെക്നിക്കലായിട്ട് എങ്ങനെയാണ് എന്താണ് ബാലൻസ് ഷീറ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ബാലൻസ് ഷീറ്റ് ഈസ് എ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് പ്രൊവൈഡ്സ് എ സ്നാപ്ഷോട്ട് ഓഫ് എ കമ്പനീസ് ഫൈനാൻസസ് അറ്റ് എ സ്പെസിഫിക് പീരീഡ്. അതായത് ഒരു പ്രത്യേക പീരീഡിൽ അതിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് തയ്യാറാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ബാലൻസ് ഷീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്നുള്ളത് നോക്കാം. നമ്മൾ ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ എപ്പോഴും ചോദിക്കാറുള്ള ചോദ്യമാണ്, വാട്ട് ആർ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് എ കമ്പനി എന്ന്. അപ്പോൾ 3 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണുള്ളത്. ഒന്ന് എന്താണ്? ഇൻകം സ്റ്റേറ്റ്മെന്റ്. രണ്ടാമത്തേത് എന്താണ്? ബാലൻസ് ഷീറ്റ് ആണ്. മൂന്നാമത്തേത് എന്താണ്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തിനെ കുറിച്ചിട്ടാണ്? ബാലൻസ് ഷീറ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് നമുക്ക് ഫിനാൻഷ്യൽ ഇയർ നോക്കാം. എന്താണ് ഫിനാൻഷ്യൽ ഇയർ? അപ്പൊ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബിസിനസ് തുടങ്ങുന്ന ആ പീരീഡിനെയാണ് നമ്മൾ എന്ത് പറയുക? ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുക. അപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് April to March ആണ്. 1st April to 31st March ആണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. എന്നാൽ ഇന്ത്യക്ക് പുറത്താണെന്നുണ്ടെങ്കിൽ ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് ജാനുവരി ആണ്. അതായത് 1st January to December 31st ആണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് പ്രൈമറി സെക്ഷൻസ് ഓഫ് എ ബാലൻസ് ഷീറ്റ്. അപ്പൊ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് ഒരു ബാലൻസ് ഷീറ്റിൽ എന്തെല്ലാം സെക്ഷൻസ് ആണ് അടങ്ങിയിരിക്കുന്നത്. അപ്പൊ നമുക്കത് എന്താണെന്നുള്ളത് നോക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് നമ്മൾ ഡീറ്റെയിൽഡ് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇത് നമുക്ക് ഒരു ബാലൻസ് ഷീറ്റിൽ നമുക്ക് പ്രധാനമായിട്ടുള്ളത് നമുക്ക് 2 പാർട്ടുകളാണുള്ളത്. അപ്പൊ ബാലൻസ് ഷീറ്റിലെ പ്രധാനമായിട്ടുള്ള 2 പാർട്ടാണുള്ളത്. ലെഫ്റ്റ് പാർട്ടും ഉണ്ട്, റൈറ്റ് പാർട്ടും ഉണ്ട്. അതിൽ പ്രധാനമായി വരുന്നത് ഇക്വിറ്റി ആൻഡ് ക്യാപിറ്റലും അതേപോലെ തന്നെ അസറ്റ്സുമാണ് വരുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ലയബിലിറ്റി സൈഡിലേക്ക് പോകാം, എന്നിട്ട് നമുക്ക് ഇക്വിറ്റി നോക്കാം. അപ്പൊ നമുക്ക് ലയബിലിറ്റി പാർട്ടിൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഈ ലയബിലിറ്റി വീണ്ടും നമുക്ക് 2 സെക്ഷനായിട്ട് തിരിക്കാം. അതായത് ലയബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ടേം ലയബിലിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ലോങ് ടേം ലയബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ കറന്റ് ലയബിലിറ്റി ഉണ്ട്, നോൺ കറന്റ് ലയബിലിറ്റി ഉണ്ട്. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആദ്യം ഫസ്റ്റിൽ വരെ നമ്മൾക്ക് നോൺ കറന്റ് ലയബിലിറ്റിയാണ് വരിക. അപ്പൊ ഫസ്റ്റിൽ ഇക്വിറ്റി വന്നിട്ടുണ്ട്, അതിന് ശേഷം നമുക്ക് എന്താണ് വരുന്നത്? നോൺ കറന്റ് ലയബിലിറ്റിയാണ് വരുന്നത്. എന്താണ് നോൺ
നോൺ കറന്റ് ലയബിലിറ്റി അല്ലെങ്കിൽ ലോങ് ടേം ലയബിലിറ്റി എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോണുകളൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ നമ്മൾ ലോണുകളൊക്കെ റീപേ ചെയ്യാൻ നമ്മൾ 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്കൊക്കെയാണ് ലോണുകൾ എടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പൊ ആ 10 വർഷത്തിനുള്ളിലാണ് നമ്മൾ അത് റീപേ ചെയ്യേണ്ടത്. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം? ലോങ് ടേം ലയബിലിറ്റി എന്ന് പറയും, അല്ലെങ്കിൽ നോൺ കറന്റ് ലയബിലിറ്റി എന്ന് നമ്മൾ പറയും. അടുത്തത് എന്താണ്? കറന്റ് ലയബിലിറ്റിയാണ്. കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു വർഷത്തിനുള്ളിൽ റീപേ ചെയ്യുന്ന ബാധ്യതകൾക്കാണ്, ഒരു വർഷത്തിനുള്ളിൽ റീപേ ചെയ്യുന്ന ബാധ്യതകൾക്കാണ് നമ്മൾ എന്ത് പറയുക? കറന്റ് ലയബിലിറ്റി എന്ന് പറയുക. അപ്പൊ കറന്റ് ലയബിലിറ്റി എന്താണ്? ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് ഉണ്ടായിരിക്കും. അതേപോലെ നമ്മൾക്ക് അക്കൗണ്ട്സ് പേയബിൾ, അതായത് സൺട്രി ക്രെഡിറ്റേഴ്സ്, നമ്മൾ പർച്ചേസ് ചെയ്ത പാർട്ടികൾക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ടായിരിക്കും. അത് ഒരു വർഷത്തിനുള്ളിലാണ് നമ്മൾ അത് പേയ്മെന്റ് ചെയ്തിട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾക്ക് എന്ത് ഈ ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരിക്കുക. പിന്നെ നമുക്ക് എന്താണ്? പ്രോഫിറ്റും ഉണ്ടായിരിക്കും. ഇനി അസറ്റ് സൈഡിൽ വരികയാണെന്നുണ്ടെങ്കിലോ ഇതേപോലെ തന്നെ അസറ്റിനും എന്താണ്? 2 സെക്ഷൻ ഉണ്ട്. എന്താണ്? കറന്റ് അസറ്റും ഉണ്ട്, നോൺ കറന്റ് അസറ്റും ഉണ്ട്. അപ്പോൾ ആദ്യം വരെ എന്താണ്? നോൺ കറന്റ് അസറ്റ് ആണ്. നോൺ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് അസറ്റുകൾ. ഒരു ബിസിനസ്സിൽ എന്തെല്ലാം അസറ്റുകൾ ഉണ്ട്? ഫർണിച്ചർ ഉണ്ട്, മെഷീനറി ഉണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി ഉണ്ട്. ഇതെല്ലാം വരുന്നതാണ് എന്ത്? ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വർഷത്തിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടാനുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? കറന്റ് അസറ്റ്സ്. അപ്പൊ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ടായിരിക്കും. വിൽക്കാതെ അവശേഷിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുക. അതേപോലെ സൺട്രി ഡെറ്റേഴ്സ്, നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരിക്കും, ആ പാർട്ടിയുടെ അടുത്ത് നിന്ന് നമുക്ക് ബാലൻസ് കിട്ടാനുണ്ട്. അപ്പൊ അതെല്ലാം എന്താണ്? നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കിട്ടുന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ എന്താണ്? ക്യാഷ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്? ബാങ്ക് ഉണ്ട്. പിന്നെ നമ്മൾക്ക് പ്രോഫിറ്റ് ഉണ്ടായിരിക്കും. അപ്പൊ പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്? അത് ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുക, കാരണം അതൊരു ബാധ്യതയാണ്. ലോസ് ആണെന്ന് വിചാരിക്കുക, അത് നമുക്ക് അസറ്റ് സൈഡിലാണ് കാണിക്കുക. കാരണം എന്താണ്? ബിസിനസ് എന്താണ്? അങ്ങോട്ടൊന്നും കൊടുക്കാനില്ല, ലാഭം ഉണ്ടാക്കിയിട്ടില്ല. ഉണ്ടെങ്കിലല്ലേ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ, അപ്പോഴല്ലേ ബാധ്യതയായിട്ട് മാറുള്ളൂ. അപ്പൊ അത് അസറ്റ് സൈഡിലാണ് കാണിക്കുക. ഇനി അടുത്തത് നമ്മൾ ഇക്വിറ്റിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓണർ ആദ്യമായി ബിസിനസ്സിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? ഇക്വിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരിക്കുക. അപ്പൊ എന്താണ്? പ്രധാനമായിട്ട് എന്താണ്? 2 കാര്യങ്ങളാണ് ഉണ്ടായിരിക്കുക. എന്താണ്? ബാലൻസ് ഷീറ്റിൽ എന്താണ്? നമുക്ക് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി, അതേപോലെ തന്നെ എന്താണ്? അസറ്റ്. ഇനി ഈ ലയബിലിറ്റി എന്താണ്? നമുക്ക് വീണ്ടും 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. എന്താണ്? ലോങ് ടേം ലയബിലിറ്റിയും ഷോർട്ട് ടേം ലയബിലിറ്റിയും. അതേപോലെ അസറ്റിനാണെന്നുണ്ടെങ്കിലും അസറ്റ് ആണെങ്കിലും എന്തുണ്ട്? കറന്റ് അസറ്റും ഉണ്ട്, നോൺ കറന്റ് അസറ്റും ഉണ്ട്, അല്ലെങ്കിൽ ഫിക്സഡ് അസറ്റ് എന്ന് പറയും. അതേപോലെ കറന്റ് ലയബിലിറ്റിയിൽ എന്താണ്? നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് റെന്റ്, ഔട്ട്സ്റ്റാൻഡിങ് ഓഡിറ്റ് ഫീ, ഇതൊക്കെ എന്താണ്? കറന്റ് ലയബിലിറ്റിയിലാണ് വരിക. അതായത് നമ്മൾ ഒരു മാസം കൊടുക്കാനുള്ളത് എന്താണ്? ആ മാസം കൊടുക്കാനുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, അതായത് എക്സ്പെൻസ് ഡ്യൂ ബട്ട് നോട്ട് പെയ്ഡ്. അപ്പൊ അതും നമുക്ക് എവിടെയാണ്? കറന്റ് ലയബിലിറ്റിയിലാണ് കാണിക്കുക. അപ്പൊ ഇതാണ് ഈ ബാലൻസ് ഷീറ്റിൽ ഉണ്ടാവുന്ന, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബാലൻസ് ഷീറ്റിൽ ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് നമുക്ക് ഓരോ എൻട്രിയും ബാലൻസ് ഷീറ്റിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ ഒരു ബാലൻസ് ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എമൗണ്ടുകൾ ഒന്നുമില്ല, ഇപ്പൊ ബ്ലാങ്ക് ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ലോൺസ് ലയബിലിറ്റി വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ കറന്റ് ലയബിലിറ്റി വന്നിട്ടുണ്ട്. അതേപോലെ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കറന്റ് അസറ്റ് വന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക്, ക്യാഷ്. ഇപ്പൊ ഇവിടെ ഒന്നും എൻട്രി ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ഓരോ എൻട്രി ചെയ്താലും അത് ബാലൻസ് ഷീറ്റിനെ എങ്ങനെയാണ് എഫക്റ്റ് ആക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നേരെ വൗച്ചർ എൻട്രിയിലേക്ക് പോകാം. വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു. അപ്പൊ ഫസ്റ്റിലെ എൻട്രി ചെയ്യാൻ പോകുന്നത് പർച്ചേസിന്റെ എൻട്രിയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഒരു ഐറ്റം വാങ്ങിക്കുന്നു, അപ്പൊ അതിന്റെ എഫക്ട് എങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക? നമ്മളൊരു ഐറ്റം കടത്തിന് വാങ്ങിക്കുന്നു, അപ്പൊ പാർട്ടിക്ക് ബാലൻസ് കൊടുക്കാനുണ്ട്. അപ്പൊ അവിടെ ലയബിലിറ്റി എന്താണ്? ഇൻക്രീസ് ആയി. ഒപ്പം തന്നെ എന്താണ്? അസറ്റും എന്താണ്? ഇൻക്രീസ് ആയി. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ജസ്റ്റ് പർച്ചേസ് സെലക്ട് ചെയ്തിട്ടെടുത്തു, പർച്ചേസ് എടുത്തു, ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് പാർട്ടിയെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓൾട്ട് സി അടിച്ചു. ഇപ്പൊ ഇവിടെ നമുക്ക് വരുൺ എന്ന് പറഞ്ഞൊരു പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യാം. അണ്ടർ എന്താണ്? സൺഡ്രി ക്രെഡിറ്ററിലേക്ക് സെലക്ട് ചെയ്തിട്ടെടുത്തു. ജസ്റ്റ് നമുക്ക് ഇവിടെ വെച്ചിട്ട് ജസ്റ്റ് എൻ്റർ അടിക്കാം. ഇവിടെയും നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെയും നമുക്ക് ജസ്റ്റ് എൻ്റർ അടിക്കാം. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. പർച്ചേസ് ലെഡ്ജറിന്റെ അവിടെ നമുക്ക് എന്താണ്? പർച്ചേസ് ഉള്ള ലെഡ്ജർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. പർച്ചേസ് ഉള്ളത് കൊടുത്തു. അണ്ടർ പർച്ചേസ് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. കൺട്രോൾ ഇ അടിച്ചു. ഇവിടെ ഐറ്റം കൊടുക്കാം. ഐറ്റം ഓൾട്ട് സി അടിച്ചു കൊടുത്തു. ഇവിടെ TV എന്നുള്ളൊരു ഐറ്റം കൊടുത്തു. യൂണിറ്റ് നമ്പർ എന്ന് കൊടുക്കാം. യൂണിറ്റ് നമ്പർ കൊടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ.
എൻ്റർ അടിച്ചു, എൻ്റർ. ഇവിടെ ക്വാണ്ടിറ്റി ഒരു 2 കൊടുത്തു, റേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 25,000 കൊടുത്തു. അപ്പൊ ഇവിടെ 50,000 വന്നിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാണ് ഈ എൻട്രിയുടെ ഇമ്പാക്ട് ഉണ്ടായിരിക്കുക? ഇപ്പൊ നമുക്ക് എന്താണ്, വരുണിന് എന്താണ് ഒരു ബാധ്യത വർദ്ധിച്ചു. ബിസിനസ്സിന് വരുണിന് പൈസ കൊടുക്കാനുണ്ട്. ഒപ്പം തന്നെ എന്താണ് നമ്മളുടെ എന്താണ് സ്റ്റോക്ക് എന്താണ് നമ്മൾക്ക് ഇൻക്രീസ് ആയി. സ്റ്റോക്ക് എന്നുള്ളൊരു അസറ്റ് എന്താണ് ഇൻക്രീസ് ആയി. അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് എൻ്റർ അടിച്ചിട്ട് നോക്കാം. ഇത് നമുക്ക് എൻ്റർ അടിച്ച് കഴിഞ്ഞ് ഈ ഒരു എൻ്റർ അടിച്ച് ഇത് സേവ് ചെയ്തു. ജസ്റ്റ് നമുക്കൊന്ന് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ജസ്റ്റ് ബാലൻസ് ഷീറ്റ് എടുത്തു, ഡീറ്റെയിൽഡ് എടുത്തു. ഇപ്പൊ ബാലൻസ് ഷീറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ കറന്റ് ലയബിലിറ്റിയിൽ അതായത് സൺട്രി ക്രെഡിറ്റേഴ്സ് എന്താണ് 50,000 ഇൻക്രീസ് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ ഇമ്പാക്ട് എവിടെ ഉണ്ടായിട്ടുണ്ട്, നമ്മളുടെ ക്ലോസിംഗ് സ്റ്റോക്കിൽ ഇവിടെ 50,000 കൂടിയിട്ടുണ്ട്. അതായത് ഒരു ബാലൻസ് ഷീറ്റ്, അതായത് ഒരു ബിസിനസ്സിനെ നമ്മൾക്ക് എന്താണ് ഒരു ത്രാസുമായിട്ട് ഉപമിക്കാം. ബിസിനസ്സിൽ എന്താണ് എപ്പോഴും എന്താണ് 2 പാർട്ടും എന്താണ് ഈക്വൽ ആയിരിക്കും. ഒരു ഡെബിറ്റിന് ഒരു കറസ്പോണ്ടിങ് ക്രെഡിറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഒരു അസറ്റ് കൂടി കഴിഞ്ഞാൽ ഇപ്പുറത്തെ എന്താണ് അത് ലയബിലിറ്റിയിലും റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഏതൊരു ആസ്പെക്ട് എടുത്താലും എന്താണ് ബാലൻസ് ഷീറ്റ് ഇങ്ങനെ തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് ടോട്ടൽ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ 50,000 ആണ്, ഈ ഭാഗത്തും എന്താണ് 50,000 തന്നെയാണ് നമുക്ക് ഫിഗർ വന്നിരിക്കുന്നത്. നമുക്ക് വേറൊരു എൻട്രിയും കൂടി നോക്കാം. നമുക്കിനി ജസ്റ്റ് സെയിൽസ് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ഈ സ്റ്റോക്ക് നമ്മുടെ എന്താണ് സെയിൽ ചെയ്യാണ് ചെയ്യണത്. അപ്പൊ സെയിൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക, നമ്മളുടെ അസറ്റ് ഇൻക്രീസ് ആവും. നമ്മുടെ കടത്തിന് വിൽക്കുമ്പോൾ അവര് നമുക്ക് പൈസ തരാനില്ലേ, അപ്പോൾ അസറ്റ് ഇൻക്രീസ് ആവും. ഒപ്പം തന്നെ എന്താണ് ഉണ്ടായിരിക്കുക, നമ്മുടെ സ്റ്റോക്ക് എന്നുള്ള അസറ്റ് എന്താണ് അവിടെ ഡിക്രീസ് ആവും. അപ്പൊ ഒരു അസറ്റ് കൂടും, മറ്റൊരു അസറ്റ് എന്താണ് കുറയുകയാണ് അവിടെ ചെയ്യുക. അപ്പൊ നമുക്കതിന്റെ ഇഫക്റ്റ് എങ്ങനെയാണ് ഉണ്ടാവുക നോക്കാം. അപ്പൊ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു, സെയിൽസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്താണ് പർച്ചേസ് ചെയ്യുന്ന എൻട്രി ആയിരുന്നു. അവിടെ എന്താണ് സംഭവിച്ചത്, നമ്മുടെ ഒരു ലയബിലിറ്റി അവിടെ ഇൻക്രീസ് ആകുന്നു, ഒപ്പം എന്താണ് ഒരു അസറ്റും അവിടെ ഇൻക്രീസ് ആകുന്നു. സെക്കൻഡ് നമുക്ക് സെയിൽസിന്റെ എൻട്രി നോക്കാം. അപ്പൊ നമ്മളൊരു പാർട്ടിക്ക് സെയിൽ നടത്തുന്നു. അപ്പൊ എന്തായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക, ആ പാർട്ടി നമുക്ക് എന്താണ് തരാനുണ്ട്. അപ്പൊ കിട്ടാനുള്ളത് നമുക്ക് എന്താണ് കൂടി, ഒപ്പം എന്താണ് നമ്മുടെ സ്റ്റോക്ക് അസറ്റ് എന്താണ് ഡിക്രീസ് ആയി. അപ്പൊ ഒരു അസറ്റ് അവിടെ കൂടി, അതിന്റെ മറുഭാഗത്ത് എന്താ ഉണ്ടായത്, ആ മറ്റേ സ്റ്റോക്ക് എന്നുള്ള അസറ്റ് എന്താണ് കുറഞ്ഞു. അപ്പൊ നമുക്ക് സെയിൽസിന്റെ എൻട്രി ചെയ്ത് നോക്കാം. അപ്പൊ വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുത്തു, സെയിൽസ് എടുത്തു. ഇവിടെ നമുക്കൊരു പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യാം. ഓൾട്ടസി അടിച്ചിട്ട് നമുക്കൊരു പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഗോപി എന്ന് പറഞ്ഞൊരു പാർട്ടിയെ ക്രിയേറ്റ് ചെയ്തു. അണ്ടർ എന്താണ് സൺട്രി ഡെറ്ററിലേക്കാണ് കൊടുക്കേണ്ടത്. അണ്ടർ സൺട്രി ഡെറ്ററിലേക്ക് കൊടുത്തു. ജസ്റ്റ് ഇവിടെ വെച്ചിട്ട് നമ്മൾ എൻ്റർ അടിച്ചു. ഇവിടെ നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇത് നമ്മൾ കൺട്രോൾ അടിച്ചു. ഇവിടെ നമുക്ക് എന്താണ് സെയിൽസിന്റെ ലെഡ്ജറാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓൾട്ടസി അടിച്ചു. ഇവിടെ നമുക്ക് സെയിൽസ് കൊടുക്കാം. അണ്ടർ സെയിൽസ് അക്കൗണ്ട്സിലേക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമുക്കിവിടെ ഐറ്റം കൊടുക്കാം. ഇവിടെ ഐറ്റം കൊടുത്തു, ടി വി കൊടുത്തു. ഇവിടെ നമുക്ക് 2 കൊടുത്തു. ഇവിടെ നമ്മൾ എന്താണ് പ്രോഫിറ്റിനല്ലേ വിൽക്കുക. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഒരെണ്ണത്തിന് 25,000 ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇപ്പൊ എന്താണ് നമ്മളത് പ്രോഫിറ്റ് എടുത്തിട്ടാണ് നമ്മൾ വിൽക്കുക. അപ്പൊ നമുക്ക് വിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 35,000 നമ്മൾ വിൽക്കുന്നത്. അപ്പൊ 35,000 നമ്മൾ എൻ്റർ അടിച്ചു. ഇപ്പൊ ഇവിടെ എന്താണ് ഉണ്ടാവുക, ഇപ്പൊ എന്തായിരിക്കും ഉണ്ടായിരിക്കുക, നമ്മൾ സെയിൽ ചെയ്യുന്ന സമയത്ത് എന്താണ് ഇവിടെ എന്താണ് നമ്മൾക്ക് ഗോപി എന്താണ് നമ്മുടെ ഡെറ്റർ ആണ്. അപ്പൊ ഗോപിയുടെ അടുത്ത് നമുക്ക് ഇപ്പൊ എത്ര കിട്ടാനുണ്ട്, 70,000 കിട്ടാനുണ്ട്. അപ്പൊ ആ ഒരു അസറ്റ് എന്താണ് ഉണ്ടായത് ഇൻക്രീസ് ആയി. അപ്പൊ നമുക്ക് എന്താണ് സൺഡേ ഡെറ്റർ ആയിട്ടുള്ള ഗോപിയുടെ അടുത്ത് എന്താണ് 70,000 കിട്ടാനുണ്ട്. അപ്പോ 70,000 എന്നുള്ള അസറ്റ് എന്താണ് അവിടെ ഇൻക്രീസ് ആയി. അതായത് ഇതിന്റെ ഇമ്പാക്ട് എങ്ങനെയായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക, ഇപ്പൊ നമ്മൾ എന്താണ് ഗോപിക്ക് സെയിൽ ചെയ്യാണ് ചെയ്തത്. അപ്പൊ ഗോപി നമുക്ക് ഇപ്പൊ എത്ര രൂപ തരണം, 70,000 ആണ് തരേണ്ടത്. അപ്പൊ അസറ്റ് എന്താണ് അവിടെ 70,000 എന്താണ് ഇൻക്രീസ് ആയി. നമ്മൾ എന്താണ് ഓൾറെഡി ക്ലോസ് സ്റ്റോക്ക് ആയിട്ട് എന്താണ് 50,000 ഉണ്ടായിരുന്നു. ആ 50,000 കൂടെ എന്താണ് ഇപ്പോ പ്രോഫിറ്റിന് വിൽക്കുമ്പോൾ ഇവിടെ എന്താണ് 20,000 കൂടിയിട്ട് എന്താണ് ഇവിടെ പാർട്ടിയിലേക്ക് എന്താണ് ഇവിടെ മൊത്തം 70,000 ആയിട്ടുണ്ട്. ഇനി ലയബിലിറ്റി സൈഡിൽ നോക്കി കഴിഞ്ഞാലോ, നമ്മൾ അവിടെ ലയബിലിറ്റി ആയിട്ട് നമ്മൾ ക്രെഡിറ്റർ ആയിട്ട് അവിടെ 50,000 നിൽക്കുന്നുണ്ട്. ഈ പ്രോഫിറ്റ് എന്താണ് 20,000 പ്രോഫിറ്റിനല്ലേ നമ്മൾ വിൽക്കുന്നത്. അപ്പൊ പ്രോഫിറ്റ് എന്താണ് 20,000 അവിടെ വന്ന് നിൽക്കും. അപ്പൊ ഏത് പോയിന്റിൽ നോക്കി കഴിഞ്ഞാലും എന്താണ് 2 സൈഡും എന്താണ് ഈക്വൽ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ നമുക്കത് എൻ്റർ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് നമുക്ക് എടുത്തു നോക്കാം. ഇത് നമ്മൾ ജസ്റ്റ് എൻ്റർ അടിച്ച് ഇത് സേവ് ചെയ്തു. ഇത് ജസ്റ്റ് ഒന്ന് ബാലൻസ് ഷീറ്റ് എടുത്തു നോക്കാം.
ജസ്റ്റ് എസ്കേപ്പ് ചെയ്തു. നമുക്ക് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് ഡീറ്റെയിൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു. ഇപ്പോൾ ഇവിടെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഇപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് മാറിയിട്ട് ഇവിടെ ഇപ്പോൾ എന്തായിട്ട് മാറിയിട്ടുണ്ട്, നമുക്ക് ഇവിടെ സൺട്രി ഡെറ്റേഴ്സിൽ 70,000 ആയിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ എന്താണ് നമുക്ക് ഇവിടെ നമുക്ക് എന്താണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ് ഇവിടെ 20,000 വന്നിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി മുമ്പ് ക്രെഡിറ്റേഴ്സിൽ നിൽക്കുന്നുണ്ട് 50,000. അതിനോട് കൂടിയിട്ട് അവിടെ നിന്നുള്ള പ്രോഫിറ്റ് എന്താണ് ഇങ്ങോട്ട് വന്നു, ഇവിടെ 20,000 ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇപ്പൊ എന്താണ് നമുക്ക് രണ്ട് സൈഡിലും എന്താണ് 70,000 ആണ് ഇവിടെ രണ്ട് സൈഡിലും വന്നിരിക്കുന്നത്. അപ്പൊ ഓരോ എൻട്രിയും എന്താണ് ബാലൻസ് ഷീറ്റിൽ നമുക്ക് എന്താണ് രണ്ട് ഇമ്പാക്റ്റുകൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടാക്കും. അപ്പൊ ഇതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ടാണ് നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം. ഇനി നമുക്ക് അടുത്തൊരു ഇഫക്റ്റ് എന്താണെന്ന് നോക്കാം. അതായത് ഒരു അസറ്റ് കുറയുന്നു, മറ്റൊരു അസറ്റ് എന്താണ് കൂടുന്നു. അവിടെ എന്താണെന്ന് നോക്കാം. അതായത് നമുക്ക് ഇവിടെ സൺഡേ ഡെറ്റേഴ്സിന്റെ അടുത്ത് എന്താണ് നമുക്ക് പൈസ തരാനുണ്ട്. അപ്പൊ ആ സൺഡേ ഡെറ്റേഴ്സ് എന്താണ് പൈസ തരികയാണ് ചെയ്യുന്നത്. അപ്പൊ സൺഡേ ഡെറ്റേഴ്സ് പൈസ തരുന്ന സമയത്ത് എന്താണ് ഈ ഡെറ്ററുടെ ബാലൻസ് എന്താണ് കുറയുന്നു. ഇതൊരു അസറ്റ് അല്ലേ, ആ ഒരു ബാലൻസ് എന്താണ് കുറയുന്നു. ഇനി എന്താണ് അവിടെ സംഭവിക്കുന്നത്, ക്യാഷ് എന്നുള്ളൊരു അസറ്റ് അവിടെ ഇൻക്രീസ് ആവുകയല്ലേ ചെയ്യണത്. ക്യാഷും ഒരു അസറ്റ് അല്ലേ, അപ്പൊ ആ ക്യാഷ് എന്നുള്ള അസറ്റ് എന്താണ് അവിടെ ഇൻക്രീസ് ആവുന്നു. അപ്പൊ ഒരു അസറ്റ് കുറയുന്നു, വേറൊരു അസറ്റ് കൂടുന്നു. അപ്പൊ അതിന്റെ ഇമ്പാക്ട് എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് നോക്കാം. ജസ്റ്റ് നമ്മൾ എസ്കേപ്പ് ചെയ്തു, വൗച്ചർ സെലക്ട് ചെയ്തിട്ടെടുത്തു, റെസിപ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുക്കാം. റെസിപ്റ്റ് സെലക്ട് ചെയ്തിട്ടെടുത്തു. ഇവിടെ നമുക്ക് പാർട്ടിയുടെ പേര് കൊടുക്കാം. ഇവിടെ ഗോപി കൊടുത്തു. ഇപ്പൊ ഗോപി കൊടുത്താൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇവിടെ കാണാൻ പറ്റും 70,000 ഡെറ്റർ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് 70,000 നമുക്ക് പൈസ കിട്ടുന്നു. 70,000 എടുത്തു, എൻ്റർ അടിച്ചു. ഓട്ടോമാറ്റിക് ആയിട്ട് എഗെയിൻസ്റ്റ് റെഫറൻസിൽ വന്നു, എൻ്റർ അടിച്ചു. ഇപ്പൊ ഇവിടെ പാർട്ടിയുടെ ബാലൻസ് ഇവിടെ നില്ലായിട്ട് മാറിയിട്ടുണ്ട്. ഡെബിറ്റ് എന്നുള്ളത് എന്താണ് കൊടുക്കേണ്ടത്, ക്യാഷ് കൊടുത്തു, എൻ്റർ അടിച്ചു. ഇപ്പൊ ക്യാഷ് എന്നുള്ളത് എന്താണ് ഇവിടെ ഇൻക്രീസ് ആയി. ഇപ്പൊ ജസ്റ്റ് എൻ്റർ അടിച്ചു. എൻ്റർ അടിച്ചു കഴിഞ്ഞിട്ട് സേവ് ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കാം. ബാലൻസ് ഷീറ്റ് എടുത്തു, ഡീറ്റെയിൽ എടുത്തു. ഇപ്പൊ ബാലൻസ് ഷീറ്റിൽ എന്ത് ഇഫക്റ്റ് ആണ് ഉണ്ടായിരിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം. ഇപ്പൊ സൺഡേ ഡെറ്റേഴ്സിന്റെ ബാലൻസ് പോയിട്ട് അതെന്താണ് ക്യാഷ് ഇൻ ഹാൻഡിലായിട്ട് മാറിയിട്ടുണ്ട്. അതായത് സൺഡേ ഡെറ്റേഴ്സിന്റെ ബാലൻസ് കുറഞ്ഞു, അത് ക്യാഷിൽ ഇൻക്രീസ് ആയി. ഇപ്പൊ നമുക്ക് ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ എന്താണ് ഇവിടെ 70,000 തന്നെയാണ് വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡിൽ നോക്കി കഴിഞ്ഞാലും എന്താണ് നമുക്ക് 70,000 തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം രണ്ട് സ്ഥലത്തും എന്താണ് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ ഒരു ഇഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് ഇപ്പൊ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, ഒരു അസറ്റ് കുറയുന്നു, വേറൊരു അസറ്റ് കൂടുന്നു. ഇനി നമുക്ക് അടുത്ത ഇഫക്റ്റ് നോക്കാം. അതായത് ഒരു ലയബിലിറ്റി കുറയുന്നു, വേറൊരു ലയബിലിറ്റി കൂടുന്നു. നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, ഒരു അസറ്റ് കുറയുന്നു, വേറൊരു അസറ്റ് കൂടുന്നു. ഇനി എന്താ നോക്കാൻ പോകുന്നത്, ഒരു ലയബിലിറ്റി കുറയുന്നു, വേറൊരു ലയബിലിറ്റി കൂടുന്നു. അതായത് നമ്മളിപ്പോ ഈ ഒരു പ്രോഫിറ്റ് നമ്മൾ ഓണർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ് ഇതൊരു ലയബിലിറ്റി ആണ് അല്ലെ. അപ്പൊ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ് കുറയുന്നു. ഇത് എവിടേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ക്യാപിറ്റലിലേക്കാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ ക്യാപിറ്റൽ എന്താണ് ഇൻക്രീസ് ആവുകയാണ് ചെയ്യുക. അപ്പൊ നമുക്കത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് വൗച്ചർ സെലക്ട് ചെയ്തിട്ട് എടുക്കാം. അതിൽ നമുക്ക് എന്താണ് ജേണലാണ് സെലക്ട് ചെയ്തിട്ട് എടുക്കേണ്ടത്. ഇവിടെ ജേണൽ സെലക്ട് ചെയ്തിട്ട് എടുത്തു. നമുക്ക് ജസ്റ്റ് എൻ്റർ അടിച്ചു. അപ്പോൾ നമ്മൾ എന്താണ് ഡെബിറ്റ് ചെയ്യേണ്ടത്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. അതായത് നമുക്ക് ഇപ്പൊ ലാഭമാണ് വന്നിരിക്കുന്നത്. കാരണം ബാലൻസ് ഷീറ്റിലെ ലയബിലിറ്റി സൈഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ബിസിനസിന് ആ വർഷം ലാഭമാണ്. കാരണം ബിസിനസിന്റെ ബാധ്യതയാണ്, ഓണർക്ക് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ കൊടുക്കാനുള്ളത് എപ്പോഴും എന്താണ് ലാഭമാണെങ്കിൽ ബാലൻസ് ഷീറ്റിൽ എപ്പോഴും ലയബിലിറ്റി സൈഡിലാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് കാണിക്കുക. അപ്പോൾ ഓൾറെഡി ക്യാപിറ്റലിന് ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉള്ളത്. ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ എന്താണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്താണ് നമ്മൾ ഓണർക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓണറുടെ ക്യാപിറ്റലിനോട് കൂടി എന്താണ് കൂട്ടണം. കാരണം ഇനിയും ബിസിനസ് കൊടുക്കാനുണ്ട്. ക്യാപിറ്റൽ ഓണർക്ക് കൊടുക്കാനുള്ളതാണല്ലോ. അപ്പൊ ക്യാപിറ്റലിന് ഓൾറെഡി ഒരു ക്രെഡിറ്റ് ബാലൻസ് ആണുള്ളത്, പ്രോഫിറ്റും കൊടുക്കാനും ചെയ്യേണ്ടത്. അപ്പോൾ ഓൾറെഡി ക്രെഡിറ്റ് ബാലൻസ് ഉള്ളതിനെ കൂട്ടണം എന്ന് വിചാരിക്കുക, വീണ്ടും നമ്മൾ ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത് അക്കൗണ്ടിങ്ങിലെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അതായത് ഓൾറെഡി ക്രെഡിറ്റ് ബാലൻസ് ഉള്ള ഒരു ഐറ്റത്തിനോട് കൂടി എമൗണ്ട് കൂട്ടുകയാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ വീണ്ടും ക്രെഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇനി ഓൾറെഡി ക്രെഡിറ്റ് ബാലൻസ് ഉണ്ട്, അതിൽ നിന്ന് കുറയ്ക്കണം എന്ന് വിചാരിക്കുക. ഇപ്പൊ ലോസ് ആയിരുന്നു എന്ന് വിചാരിക്കുക. ലോസ് ആണെങ്കിൽ ഓണർക്ക് കൊടുക്കണ്ടല്ലോ, ലോസ് കഴിച്ചിട്ടുള്ള എമൗണ്ട് അല്ലേ കൊടുക്കുള്ളൂ. അപ്പൊ ക്യാപിറ്റലിൽ നിന്ന് കുറയണം. കാരണം അത് കഴിഞ്ഞ എമൗണ്ട് ആണ് ബിസിനസ് ഓണർക്ക് കൊടുക്കുള്ളൂ. അപ്പൊ ഇവിടെ ഇപ്പൊ നമുക്ക് പ്രോഫിറ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ എന്താണ് ക്യാപിറ്റലിനെയാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. എന്തിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല, ടാലിയുടെ ഡിഫോൾട്ട് ആയിട്ട് ഉണ്ട്. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമുക്ക് ഇവിടെ 20,000 കാണിച്ചു, എൻ്റർ അടിച്ചു. ക്രെഡിറ്റ് എന്നുള്ളത് എന്താണ് നമ്മൾ ക്യാപിറ്റലാണ് കാണിക്കേണ്ടത്. അവിടെ നമുക്ക് ക്യാപിറ്റലിന്റെ കാര്യത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ക്യാപിറ്റൽ.
ജസ്റ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ഇവിടെ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുത്തു. ജസ്റ്റ് എൻ്റർ അടിച്ചു. ഇവിടെ നമുക്ക് ജസ്റ്റ് എൻ്റർ അടിക്കാം. എൻ്റർ അടിച്ചു. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് മൈനസ് ആയി വന്നിട്ടുണ്ട്. ക്യാപിറ്റലിനോട് കൂടി എന്താണ് 20,000 ഇൻക്രീസും ആയിട്ടുണ്ട്. അതായത് ഒരു ലയബിലിറ്റി എന്താണ് കുറഞ്ഞു, വേറൊരു ലയബിലിറ്റി ഇൻക്രീസ് ആയി. നമുക്ക് എൻ്റർ അടിച്ച ഇത് ബാലൻസ് ഷീറ്റിൽ എന്ത് ഇമ്പാക്റ്റ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് ജസ്റ്റ് നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. ബാലൻസ് ഷീറ്റ് എടുത്തു, ഡീറ്റെയിൽ എടുത്തു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മനസ്സിലാവും. ഇവിടെ നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ് ഇവിടെ ബാലൻസ് പോയിട്ടുണ്ട്. അത് എവിടേക്ക് വന്നിട്ടുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് നമുക്ക് ഇവിടെ കയറിയിട്ടുണ്ട്. ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ഇവിടെ 20,000 ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലാസ്റ്റിലെ ബാലൻസ് ഇവിടെ നോക്കാം. ഇവിടെ 70,000 തന്നെയാണ് വന്നിരിക്കുന്നത്, ഇവിടെ 70,000 തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു എൻട്രിയുടെ ഇമ്പാക്ട് എന്താണ്, നമുക്ക് രണ്ട് ഭാഗത്തും ഓട്ടോമാറ്റിക് ആയിട്ട് അഫക്ട് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ എന്താണ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മളിപ്പോ 3 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയായിരുന്നു? അപ്പൊ നമ്മൾ എന്തൊക്കെ ഇഫക്റ്റുകളാണ് ഇപ്പൊ നോക്കിയിട്ടുണ്ടായിരുന്നത്? ഫസ്റ്റിൽ എന്താണ്, നമ്മൾ ഒരു ലയബിലിറ്റി കൂടി, ഒപ്പം തന്നെ എന്താണ് ഒരു അസറ്റും കൂടി. സെക്കൻഡ് എന്താണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്, ഒരു അസറ്റ് കുറഞ്ഞു, ഒപ്പം തന്നെ എന്താണ് വേറൊരു അസറ്റ് എന്താണ് അവിടെ കൂടി. മൂന്നാമത് എന്താണ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത്, ഒരു ലയബിലിറ്റി കുറഞ്ഞു, അപ്പുറത്ത് എന്താണ് വേറൊരു ലയബിലിറ്റി കൂടി. അപ്പൊ എപ്പോഴും എന്താണ് ബാലൻസ് ഷീറ്റിൽ എന്താണ് എപ്പോഴും ഈക്വൽ ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ എനിക്കിപ്പോ ഉറപ്പാണ് നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിനെ കുറിച്ചിട്ട് ഏകദേശം നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അതായത് 100% നിങ്ങൾക്ക് ബാലൻസ് ഷീറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. എന്താണ് ബാലൻസ് ഷീറ്റ്, ബാലൻസ് ഷീറ്റിൽ എന്തെല്ലാമാണ് ഉണ്ടായിരിക്കുക, എങ്ങനെയാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് നോക്കിയിട്ട് പഠിക്കുക എന്നുള്ളതിനെ കുറിച്ചിട്ട് നല്ലൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.